ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുജാസ് ഡെയിലി ഡാസിൽ. എല്ലാവർക്കും വിവാഹ വ്ളോഗിലേക്ക് സ്വാഗതം. ആരുടെ വിവാഹത്തിനാണ് നമ്മൾ അണിഞ്ഞൊരുങ്ങി പോകുന്നതെന്നറിയാൻ വ്ളോഗിൻ്റെ അവസാനം വരെ കാണുക. സോ ആക്ച്വലി ഞാൻ ഈ വീഡിയോ നേരത്തെ ഇട്ടതാണ് യൂട്യൂബിൽ, പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം തട്ടി. അതിനകത്ത് നാദസ്വരവും ഇതൊക്കെ എന്തൊക്കെയോ പാട്ടുകൾ ഞാൻ ഇട്ടിരുന്നൊരു ഗുമ്മിന് വേണ്ടി. എനിക്കറിയാം കോപ്പിറൈറ്റ് അടിക്കുന്നു. സോ ഞാൻ വീണ്ടും ഇടുകയാണ്. ഞാൻ ഇവിടെ നിന്നും എന്ത് ചെയ്യുന്നു, അകത്തേക്ക് പോകുന്നു. ശ്രീമൂലം ക്ലബ്ബാണ് വെന്യൂ. സോ അത്യാവശ്യം ഒരു പോഷ് കല്യാണമാണ്. പുറത്ത് ചളകുളവായിട്ടൊരു കോഫിയും ബജ്ജിയും സ്റ്റോളുണ്ടായിരുന്നു. കോഫി നല്ലതായിരുന്നു, പക്ഷെ ബജ്ജിക്കാരി ചേച്ചി ഡീലിങ്സ് അത്ര നല്ലതായിരുന്നില്ല. ബജ്ജി ഉണ്ടാക്കാതെ മനുഷ്യരെ കമൻറ്റിങ്ങും കാര്യങ്ങളുമായിരുന്നു. അവർക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കാറ്ററിംഗ്കാർ NSK എന്നെന്തോ പറഞ്ഞിട്ട് ആ മരുതൻകുടിയിലുള്ള അങ്ങനെ വിളിച്ച് ഞാൻ 4 പറഞ്ഞിട്ടുണ്ട്. അവരെ അടുത്ത ദിവസം RDRൽ വർക്കിന് എടുക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു അദ്ദേഹത്തിനെ കൊണ്ട്. കാരണം അങ്ങനെ ഒരു കസ്റ്റമേഴ്സുമായിട്ട് അവരുടെ ജോലി ബജ്ജി ഉണ്ടാക്കുക, അത് അവർ ഇട്ടിരുന്ന കണ്ടോ, എല്ലാം ഉണ്ടാക്കാതെയാണ് ഇട്ടിരുന്നത് മുഹൂർത്തത്തിന് മുമ്പ് പോയപ്പോൾ. സോ ഞാനങ്ങനെ ഇരിപ്പിടത്തിലിരുന്നു. അവരുടെ പണി ഞാൻ കളഞ്ഞിട്ടുണ്ട്. ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോട് ചെയ്യരുത്, ചുമ്മാ മനുഷ്യനെ ക്രിട്ടിസൈസ് ചെയ്യാനും. അങ്ങനെ ഞാൻ അകത്ത് വന്നു. മണ്ഡപത്തിൽ ചെറുക്കൻ ഇതാ കയറുന്നു, പെണ്ണിനി വരും. സോ ഇത് നമ്മുടെ നെയ്ബർ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ലെയിനിലുള്ള ഒരു അമ്മൂമ്മ വന്ന് വിളിച്ചതാണ്. നല്ല സ്നേഹമുള്ള അമ്മൂമ്മയാണ്. എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ അടുത്ത് മിണ്ടും. ഒരു ജാടയില്ലാത്ത അമ്മൂമ്മ. സോ അങ്ങനെയുള്ളിടത്തൊക്കെ ഞാൻ പോകും. കഴിഞ്ഞൊരു കല്യാണം വീട്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ഏതാണെന്നുള്ളത് നമ്മുടെ ശത്രുക്കൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടാവും, അയൽവാസികളൊക്കെ അവർക്കറിയാം. സോ ഞാൻ പ്രത്യേകമായിട്ട് പേരെടുത്ത് പറയുന്നില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ പറ്റി നമ്മൾ പറയാതിരിക്കുന്നതാണ് ഭേദം. ചേട്ടനല്ല, ആ വ്യക്തിയുടെ കല്യാണത്തിനാണ് ഞാൻ പറഞ്ഞത്. ഒരു വയസ്സനായ ഒരു ചേട്ടനെ വിളിച്ച് പാട്ട് വെച്ചു എന്ന് ഇന്ന് ഞാനൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. ഇവരുടെ തന്നെ പാർട്ടിയുടെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരൊന്ന് വിളിച്ച രീതിയും ഒരു പകുതിയുള്ള വീട് പോലെ, സ്വന്തം അടുത്തുള്ള വീടാണ്. അവരൊന്ന് വിളിച്ച രീതിയൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അകത്ത് തന്നെ ഉണ്ടായിരുന്നു, ഞാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല. സോ പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചായിരുന്നു അവരുടെ കല്യാണത്തിന് പോകരുത്. ഞാൻ പോയിട്ടുമില്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ പാർട്ടി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ചിന് മുമ്പ്. നാളെ ആയിരിക്കും നിങ്ങൾക്കിത് വരുന്നത്. വീണ്ടും ഞാൻ ഇത് പിള്ളേർ കുറച്ച് മോഹിനിയായിട്ടൊക്കെ പഠിക്കുന്ന ടീംസാണ്. ഓക്കെ, ഇവരുടെ കൊള്ളായിരുന്നു. എനിക്കങ്ങനെ ഇല്ലാത്തത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ വൈകിട്ടത്തുള്ള പാർട്ടി വളരെ കുറവായിരുന്നു. പ്രൊഫഷണൽ അല്ലാത്തൊരു ഇവൻറ്റുകാരാണ് ഇവർ. അതിൻ്റെ അപാകതകളുണ്ട്. ബജ്ജി ഉണ്ടാക്കുന്നവരൊക്കെ ലോക്കൽ ചേച്ചിമാരാണ്. ഒരു സ്റ്റാൻഡേർഡുള്ള ശ്രീമൂലം ക്ലബ്ബിൽ നിൽക്കാനുള്ള ആൾക്കാരൊന്നുമല്ല അവർ സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ ഫുഡിൻ്റെ കാര്യം നോക്കുമ്പോൾ അത് മനുഷ്യനെ ക്രിട്ടിസൈസ് ചെയ്യാനോ അവരുടെ വേഷവിധാനത്തിനും ഇതും പറയാൻ നിൽക്കുന്നൊരു നല്ല പ്രൊഫഷണൽസ് അല്ല. സോ ഇവരൊക്കെ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മളൊരു മോഹിനിയാട്ടം ഡാൻസർ ആയതുകൊണ്ട് നമുക്കതറിയാം. ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ മേക്കപ്പ് കാണിച്ചല്ലോ. അപ്പോൾ അതായിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നെ ഇടാൻ. കുറച്ച് മെനക്കേടുണ്ട് ഇങ്ങനെ ഒഴുങ്ങി കെട്ടുക, ചെയ്യുക, ഇതൊക്കെ. ഇതിനൊന്നും കുറ്റം പറയാനില്ല. അത് ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്ത് ആദ്യത്തേലുണ്ടായിരുന്നു. ആദ്യം ഇട്ടവർക്ക് കണ്ടവർക്കറിയാം. ഞാൻ മനഃപൂർവ്വം മ്യൂട്ട് ചെയ്ത് എനിക്ക് കോപ്പിറൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി. ഇത് കിടുവായിരുന്നു പരിപാടി. പക്ഷേ ഇവിടെ വന്നൊരു അപാകത. നമ്മൾ ആഹാരം കഴിക്കാൻ പോകുന്ന സമയം ഈ പെൺപിള്ളേരൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അപ്പുറത്ത് ഓട്ടോർത്തി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കി. ഇതിപ്പോൾ പെൺകുട്ടിയെ വരവേറ്റി കൊണ്ടുവരുന്നതാണ്. ആ സമയം എല്ലാവരും തിന്നാൻ എണീറ്റ് പോയി. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇവരുടെ മറ്റേ പെർഫോമൻസ് ആദ്യം ചെയ്യണമായിരുന്നു ഈ പെൺകുട്ടിയെ ആനയിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ്. അവർ ഓർഗനൈസ് ചെയ്തത് 8 നിലയൊരു ഫ്ലോപ്പായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കാണും. അവർ ചുമ്മാ നിന്ന് ചേറിൻ്റെ മുമ്പിൽ നിന്ന് കളിക്കുന്നു, ബാക്കി എല്ലാവരും തിന്നാൻ ഓടുന്നു. സോ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ, അപ്പോൾ അവർക്കതും ശ്രദ്ധിക്കായിരുന്നു. അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ഡാൻസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് മറ്റുള്ളവരും ചിന്തിക്കണമെന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ്. ബാക്കി പരിപാടി സെറ്റപ്പായിരുന്നു. ഇതാ വരുന്ന പെൺകുട്ടി നോർവേക്കാരിയാണ്. സോ അങ്ങനെ. പക്ഷേ എനിക്ക് അമ്മൂമ്മയിൽ ഇഷ്ടപ്പെട്ടത്, നമ്മളവരുടെ ക്ലോസസ്റ്റ് റിലേറ്റീവ് ഒന്നുമല്ല, പക്ഷെ നമ്മളെ വിളിച്ച് ഫ്രണ്ട് റോയിൽ തന്നെ ഇരുത്തി. സോ അതൊക്കെ വലിയൊരു സംഭവമാണ്. കുറച്ച് പൂവൊക്കെ തന്നു, ഇത് താലികെട്ട് സമയം ഇടാൻ. സോ എന്നെ സംബന്ധിച്ച് ഒരു ഈഗോ എന്നല്ല, നമ്മളെ നല്ല രീതിയിൽ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പോകും. അപ്പം ഞാൻ തീറ്റ വെട്ടാൻ പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. ആ ഹോളിനകത്ത് പോയി ഞാൻ വീഡിയോ എടുത്തു. സോ നമുക്ക് വില നൽകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ഇതുപോലെ പോയി സഹകരിക്കുക. അവരുടെ കല്യാണങ്ങൾക്കും കാര്യങ്ങളും ഇല്ലാത്തടത്ത് ആ പരിസരത്തോട്ടേ ഞാൻ പോകൂല. സോ പപ്പടം, ഇലയിൽ ബാക്കി സദ്യകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
സോ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലവിങ് ആയിട്ടുള്ള വ്ളോഗ്സ് ചെയ്യുന്നത്, അല്ലാതെ എന്നെ വെറുക്കുന്നവർക്ക് വേണ്ടിയല്ല. പക്ഷെ വെറുക്കുന്ന ആൾക്കാർ നമ്മുടെ കഴിനീക്കങ്ങൾ നോക്കും. എനിവേയ്സ്, പിന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മളെ തന്നെ വിലയിൽപ്പിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. എന്തിന് നാട്, സ്വന്തം വീടുകളിൽ ഇപ്പോൾ പ്രശ്നങ്ങളാണ്. സോ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മളെന്നും വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെയുള്ളൊരു വരട്ടെ. സോ നമ്മുടെ ഇല നോക്കൂ, അതിസമൃദ്ധമായി ഭംഗിയുള്ള ഇല. സോ ചോറ് വന്നു. നല്ല ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ഇവരുടെ ഇവൻറ്റ് ഫ്ലോപ്പായിരുന്നു അടുത്ത ദിവസത്തെ പാർട്ടിയുടെ. ഞാൻ പറഞ്ഞത് ഡാൻസൊന്നും വലിയ ഗുണമൊന്നുമില്ല. എന്തൊക്കെയോ ഗ്ലിറ്ററൊക്കെ ഇട്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു. ആ മോണിക്ക സോങ് അതൊക്കെ ചെത്തായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പാർട്ടി വൈബിൽ. പക്ഷെ അതൊന്നും അത്ര കൊള്ളത്തില്ലായിരുന്നു. ഡ്രസ്സും എന്തൊക്കെയോ ഇറമ്പോറ് സാധനങ്ങളും ഇട്ട്. സോ പരിപ്പും പപ്പടവും കൂട്ടിയൊരു പിടിക്കാം. ഫുഡ് നല്ലതായിരുന്നു കേട്ടോ, എക്സെപ്റ്റ് ആ ലൈവ് ടീ സ്റ്റാൾ ഈ ശ്രീമൂലം ക്ലബിൻ്റെ ഫ്രണ്ടിലിരുന്ന്. ബാക്കിയെല്ലാം നല്ലതാണ്. പിന്നെ ഇതാ അവരുടെ എൻ എസ് കെ കാറ്ററിംഗ് ആയിരുന്നു. സോ അടുത്ത സെറ്റ് ചോറ് കൊണ്ടുവന്നു, സാമ്പാർ. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ മാരേജ് വീഡിയോസാണ്. വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അടുത്തൊരു പ്ലാനുണ്ട്, ട്രിവാൻഡ്രത്തെ ലീഡിങ്, അങ്ങനെ സാമ്പാർ കൂട്ടി ഞാൻ പിടിക്കുകയാണ്. ട്രിവാൻഡ്രത്തെ ലീഡിങ് കോഫി ഷോപ്സ് ഉണ്ടല്ലോ, ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റാർബക്സ് അങ്ങനെയൊക്കെയുള്ള കുറേ കോഫി ഔട്ട്. ലീഡിങ് എന്ന് പറയുമ്പോൾ നല്ല ബ്രാൻഡ് ഉള്ളതും പിന്നെ തട്ടുകടയിൽ അത്യാവശ്യം രുചിയുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളത് കവർ ചെയ്യണം എന്നൊരു പ്ലാനിങ് ഉണ്ട്. എത്രത്തോളം നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് അത് യൂസ് അല്ലേ, നോക്കാം, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. സോ അച്ചാർ, പുളിയിഞ്ചി, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. കിച്ചടി, ക്യാരറ്റ്, ഇത് നമ്മുടെ അടപ്പായസം വന്നു. ഞാൻ പഴവിട്ടൊരു പിടിച്ചു. ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, നിങ്ങൾ ഞാൻ കഴിക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ചിപ്സ്, ശർക്കര വരട്ടി, ഇതിൻ്റെ കൂടെ ഞാൻ പഴവിട്ട് കഴിച്ചു. അതിനുശേഷം കടലപ്രഥമൻ വന്നു. കടലയിൽ കട്ടയ്ക്ക് ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ടേക്കുമായിരുന്നു. നല്ല കടും കടലപ്പായസം. പിന്നെ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസവും ബോളിയായിരുന്നു. സോ ഇതൊക്കെ തിന്നു. കുറേ നാൾ സദ്യ വെട്ടാതിരുന്നില്ല. സദ്യ ഇപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് ലീഡിങ് 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ ഇൻവിറ്റേഷൻസ് വരും, അവിടെ പോയി നമ്മൾ കഴിക്കാറുണ്ട്. ഈ ഇടയ്ക്ക് വിഷുവിന് ഞാൻ പോയി കഴിച്ചു. പക്ഷേ എന്നാലും പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു സദ്യ കിട്ടുമ്പോൾ കേരളീയന് ഒരു സന്തോഷമില്ല. ദേ വന്നു നമ്മുടെ കടലപ്പായസം. എൻ്റെ അടുത്തൊരു മോനിരുന്നായിരുന്നേ, ആ മോനിത് മേടിച്ചില്ലായിരുന്നു, വേറെ ഏതോ ഒരാളുടെ മകനാണ്. സോ ഞാൻ കുട്ടിയെ വിശേഷിപ്പിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ബോളി വന്നു, അമ്പലപ്പുഴ പാൽപ്പായസം. സോ അതിന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിച്ചു. നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടം, നമ്മളെ നല്ല രീതിയിൽ സ്വീകരിക്കും എന്ന് ഉറപ്പുള്ളവരുടെ കല്യാണത്തിന് പോകുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവുമില്ല. ഞാൻ ഇതിനും പോയി, എനിക്ക് സമയമില്ലാഞ്ഞിട്ട് പോലും ഇതിനും പോയി, ഞാൻ പാർട്ടിക്കും പോയി. സോ അതാണ് എൻ്റെ രീതി. ഈ സാരി, ചോക്കർ ചെയിൻ, കമ്മൽ, ഇതെല്ലാം എൻ്റെ സ്റ്റുഡിയോയുടെ ഇറക്കുമതിയാണ്. ഞാൻ വേറെ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന പോലെ സ്റ്റുഡിയോ ലോഞ്ച് ചെയ്യുന്നതൊന്നും ചെണ്ട കൊട്ടിയാരെ അറിയിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യകതയില്ല. നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേര് അറിഞ്ഞാൽ മതി. അത് ഞാൻ എൻ്റെ ബിസിനസ് പേജിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് എൻ്റെ പ്രോഡക്റ്റ്സ് മേടിക്കാം. അങ്ങനെ രസം വന്നു. പിന്നെ എന്തുവാ, പിന്നെ മറ്റേ മോര്, തൈരിൻ്റെ ആ മോര്, അവസാനം വൈറ്റ്, അത് കുടിച്ചു. പുളിശ്ശേരി നേരത്തെ ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് ഞാൻ തിരിച്ച് വന്നു. നമ്മുടെ ഔട്ടറിലെത്തി, ശ്രീമൂലം ക്ലബ്ബ്. സോ അങ്ങനെ എൻ്റെ സാരിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ടസർ ചെരുപ്പും എൻ്റെ തന്നെ ഇറക്കുമതിയാണ്. സോ സുജ സാരി ഫാൻസി സ്റ്റുഡിയോ എന്ന് കഴിയുന്നത് നല്ല സെക്സിസ്റ്റും ഹോട്ടായിട്ടുള്ള പ്രോഡക്റ്റ്സ് മേടിക്കുക. ഈ മാരേജ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്സ്. താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ് മൈ യൂട്യൂബ് ചാനൽ. ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പം നിങ്ങളുടെ സ്നേഹം അറിയിക്കേണ്ട ലൈക്കിലും യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷനും എല്ലാം കൂടെ. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള തുണികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് തന്നെ കിട്ടും. എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ ഒരുപാട് യുണീക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. ആണുങ്ങളുടെ ഡ്രസ്സസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓണത്തിന് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വല്ല സാരീസ് വേണമെങ്കിൽ സെറ്റിൻ്റെ അത് പറയുക. സോ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നും ഞാൻ നിലനിൽക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വ്ളോഗുകൾ ചെയ്യും. വെറുക്കുന്നവർക്ക് വെറുക്കാം, ഐ ഡോണ്ട് കെയർ. പക്ഷേ ഇഷ്ടപ്പെടുന്നവരെന്നെ സപ്പോർട്ട് ചെയ്യുക. അഡ്വക്കേറ്റ് നരേഷ് സോണിജി, ആനന്ദ്
ഷാലി, പിന്നെ സൂര്യരാജ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ആൻഡ് പുട്ടിങ് കമൻറ്റ്സ് ഇൻ ദിസ്. ബൈ.